ആ നമസ്കാരം അങ്ങളെ. അങ്ങള് ഇവിടെ തന്നെ ഇരിക്കുവാണോ? ഇതെന്താ ഇന്നും വാതിലടച്ചിരിക്കുവാണല്ലോ? ഇന്നും സുശീലാറ്റി കുളിക്കുവാണോ? ഇവിടെ ആരുമില്ല, എല്ലാരും പോയി. ഓ, എല്ലാരും എവിടെ പോയെന്നാ പറഞ്ഞത്? ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളില്ലേ വിനയ, അതിനുവേണ്ടി പോയതാവും. എല്ലാരും കൂടി ഇങ്ങനെ വീട് പൂട്ടിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ അങ്ങളുടെ ആഹാരമൊക്കെ എങ്ങനെ? ഉച്ചയാകുമ്പോ ആരെങ്കിലും വരുമായിരിക്കും, ഇല്ലെങ്കിൽ പുറത്ത് പൈപ്പ് വെള്ളം ഉണ്ടല്ലോ. അപ്പോ അങ്കിള് എന്ത് സഹിച്ച് ഇവിടെ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അല്ലേ? പക്ഷേ സുശീലാന്റിയുടെ തീരുമാനം വേറെ അങ്കിളെ. അവരോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മത്സരത്തിനൊന്നും ഇല്ല വിനയ, പോകേണ്ടി വന്ന അങ്ങ് പോവും. എന്നാ പിന്നെ ആരും ഇല്ലാത്തപ്പോ ഇറങ്ങി പോയിക്കൂടെ അങ്കിളെ? എനിക്കിവിടെ CCTV വെക്കായിരുന്നു. പല ആവശ്യങ്ങളുമായി പലരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ പോയാ ഇനി ആർക്കൊക്കെ നേട്ടമുണ്ടാവും അറിയട്ടെ. സത്യം പറഞ്ഞ ഇവിടെ CCTV വെക്കാത്തത് സുശീലാന്റിയെ പേടിച്ചുകൊണ്ടൊന്നല്ല. അവരെനിക്ക് പുറത്ത് നിന്ന് 10 കണക്ഷൻ വേറെ പിടിച്ചു തരാന്ന് പറഞ്ഞോണ്ടാ. എന്നിട്ട് പിടിച്ചു തന്നോ? എവിടെ? അതിനുശേഷം ഞാൻ വിളിച്ച ആന്റി ഫോൺ പോലും എടുക്കുന്നില്ല. അതാ നേരിട്ട് കാണാന്ന് കരുതി വന്നത്. അല്ല, ആന്റി എവിടെ പോവാന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഓ, അതൊന്നും അങ്കിളിനോട് പറയില്ലല്ലോ അല്ലേ? എന്നാലും അവർക്കിതെങ്ങനെ പറ്റുന്നു എന്നാ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ കുറെ കാലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ? അയ്യോ അങ്ങളെ, അതൊക്കെ പോട്ടെ, ചിലരങ്ങനെ ആയിരിക്കും. അങ്ങള് ഒന്നും മനസ്സിൽ കൊടുക്കണ്ട, നെഞ്ചോന വരും. മനസ്സിൽ കൊളുത്തിട്ടല്ല വിനയ, ചുമയ്ക്കുമ്പോ നെഞ്ചിനകത്ത് കൊളുത്തി പിടിക്കും പോലെ തോന്നും, അതാ നെഞ്ച് തടവിയത്. അപ്പോ അങ്കിളിന് പഴയകാലം ഓർത്ത് സങ്കടമൊന്നുമില്ല അല്ലേ? ഇല്ല വിനയ, പഴയ ഓർമ്മകളൊക്കെ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടന്ന് കരിഞ്ഞുപോയി. ഇതെന്റെ 2ാം ജന്മ. എന്റെ കുടുംബത്തെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയത് പോലും ഒരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും പോലെ എന്റെ ജീവിതം അങ്ങ് അവസാനിക്കും. അതുവരെ ഉള്ളൂ ഈ അവഗണനയും ഒറ്റപ്പെടലും ഒക്കെ. ഓ, അങ്കിളൊരു സംഭവം തന്നെ കേട്ടോ. സംസാരിച്ചിരുന്ന നേരെ പോകുന്നതേ അറിയില്ല. ആന്റി ഉടനെ വരുമായിരിക്കും അല്ലേ? അറിയില്ല. അല്ല, വിനയന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓ, എന്റെ ജോലി മൊത്തത്തിലൊന്നും തണുത്ത മട്ടില്ല. എന്താന്നറിയില്ല, അതങ്ങോട്ട് തുടങ്ങി വെക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. കുടുംബത്തിലാണെങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ. എന്റെ അവസ്ഥ മൊത്തത്തിൽ ശോകമാണെങ്കിൽ. അല്ല, അങ്ങളെ കഴിക്കുവോ? മറ്റവനെ മദ്യം ഇത് പണ്ടൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ അതൊരു കാരണമായി. സൗദിയിൽ പെട്ടുപോയ ശേഷം പിന്നെ അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ട് അത്തരം ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ തോന്നാറില്ല. ഇതിപ്പോ പുതിയ ജന്മാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പുതിയ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ആവാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചാലോ? മദ്യപിക്കാവുന്നോ? അയ്യോ, എനിക്ക് വേണ്ട. ഞാനിവിടുന്ന് എങ്ങോട്ടും വരില്ല. അങ്കിൾ എങ്ങോട്ടും വരുവാൻ വേണ്ട, പോവാൻ വേണ്ട. സാധനം ദേ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഗ്ലാസും വെള്ളവും മിച്ചറും എല്ലാം ഫുൾ സെറ്റപ്പാ. അതൊരു കാർബാറാ, കാർബാർ. അങ്ങളെ അത് അതിൽ തന്നെ ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ടേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അല്ല, അത് വേണോ വിനയ? എന്തേ? ഇവിടെ ആരും ഇല്ലാത്തപ്പോ നമ്മളിവിടെ ഇരുന്ന് മദ്യപിക്കാന്നൊക്കെ പറഞ്ഞാ എനിക്കെന്തായാലും വേണ്ട. വിനയൻ വേണമെങ്കിൽ കഴിച്ചോ. ശരി, അങ്കിളിന് വേണ്ടെങ്കിൽ കഴിക്കണ്ട.
ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലതൊക്കെ സംസാരിച്ച് കമ്പനി തരാലോ അല്ലേ? അത് ഒരു കമ്പനിക്ക് മാത്രം ഞാനൊരൽപ്പം കഴിക്കാം. ആ അതാണ് ഒരു മദ്യപാനിക്ക് മറ്റൊരു മദ്യപാനിയോടുള്ള ബഹുമാനം. ഇതാണ് അങ്കിളിരിക്കെ ഞാൻ ദേ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. ഇരിക്കേ. ആ സാധനമൊക്കെ സെറ്റ്. നല്ല മിലിറ്ററി സാധനമാണ് അങ്ങളെ. അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോകും. വെള്ളവും കുപ്പിയും ഒക്കെ റെഡിയാണ്. കണ്ട അങ്കിള് ടെൻഷൻ അടിക്കണ്ട. അങ്കിളുടെ വിഷമോ മനപ്രയാസമൊക്കെ ഇന്ന് മാറി കിട്ടുമെന്നേ. ഞാൻ മാറ്റിത്തരും. അടി ചിയേഴ്സ്. അടിച്ചു. പണ്ട് ഒന്നൊന്നര കുടിക്കാരനായിരുന്നു അല്ലേ? ആദ്യത്തെ ഒരു 4 എണ്ണം ഇതുപോലെ കഴിക്കും, പിന്നെ സിപ്പ് എടുക്കുകയുള്ളൂ. ആ അങ്ങനെയാണെങ്കിൽ സാധനം ഇത് മതിയാവാതെ വരുമല്ലോ. ഏയ് ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും അടിക്കാറില്ല എങ്കിലേ. ഇടയ്ക്ക് ഇതേപോലെ 2 എണ്ണം കമ്പനി കിട്ടിയാൽ. ആ ഏയ് ഞാനിനി കഴിക്കില്ല. ഒന്നെന്ന് പറഞ്ഞ ഒന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിക്കുന്നോണ്ടേ ഇത് തന്നെ കത്തിപ്പിടിച്ചോളൂ. അങ്കിളെ